നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തീരദേശ മേഖലയിൽ വ്യാപകമായ ലഹരിവേട്ട നടത്തി. പെട്രോൾ, ഡീസൽ, ഗ്യാസ് ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെതിരെ പ്രതിഷേധിച്ച് CPM താനൂർ ഏരിയ കമ്മിറ്റി. പൊറൂരിലെ കല്ലേരി വീട്ടിൽ അനിത വെട്ടിപ്പിടിക്കാത്ത, എത്തിപ്പെടാത്ത മേഖലകളില്ല. പ്രഥമാധ്യാപിക, നഗരസഭാ കൗൺസിലർ, നർത്തകി, ഇപ്പോഴിതാ നാടറിയുന്ന കായിക താരവും. അടിത്തറ ശക്തമാക്കി അതിരുകളില്ലാതെ വളരാം എന്ന ടൈറ്റിലിൽ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ പൂക്കയിൽ പ്രവേശനോത്സവം നടത്തി. പുല്ലൂര് പാരഡൈസ് പ്രീ സ്കൂൾ പ്രവേശനോത്സവവും ജന്ന വിമൻസ് കോളേജിലെ പെൺകുട്ടികളെ ആദരിക്കലും തിരൂർ സബ് കലക്ടർ ദിലീപ് കൈൻകര. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിൽ പ്രതിഷേധിച്ച് CPIM തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സൈക്കിൾ സവാരി ജീവിതചര്യയാക്കിയ മുൻ ഡെപ്യൂട്ടി തഹസിൽദാറും ജൈവ കർഷകനുമായ VP ഗോപാലനെ JC തിരൂർ ആദരിച്ചു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തീരദേശ മേഖലയിൽ വ്യാപകമായ ലഹരിവേട്ട നടത്തി തിരൂർ പോലീസ്. തീരദേശ മേഖലയായ ആശാൻപടി, പടിഞ്ഞാറക്കര, അഴിമുഖം എന്നിവിടങ്ങളിലാണ് തിരൂർ പോലീസ് വ്യാപകമായ ലഹരിവേട്ട നടത്തിയത്. കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിതരണം ചെയ്യാൻ വെച്ചിരുന്ന 500-ലധികം ഹാൻഡ്സ് പാക്കറ്റുകളാണ് പിടികൂടിയത്. തിരൂർ DOSPക്ക് രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂർ പോലീസ് റെയ്ഡ് നടത്തിയത്. SIമാരായ വിശാഖ് K. വിശ്വൻ, ജതിൻ R, പോലീസ് ഉദ്യോഗസ്ഥരായ ആശിഷ് സ്റ്റീഫൻ, ടോണി വർഗീസ്, അനന്തു എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. കേന്ദ്ര സർക്കാർ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് രാജ്യത്ത് പെട്രോൾ, ഡീസൽ, ഗ്യാസ് ഉൽപ്പന്നങ്ങൾക്ക് നിത്യേന വില വർദ്ധിപ്പിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ദുരിതത്തിലേക്ക്, തൊഴിലില്ലായ്മയിലേക്കും തള്ളിയിടുന്നതിൽ പ്രതിഷേധിച്ച് CPIM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ശോഭ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ താനൂർ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. ഈ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം വാങ്ങിക്കുന്നവരാണ്, ഗവൺമെന്റ് അല്ല. ഗവൺമെന്റ് നേരെ ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? അംബാനി, അദാനിനെയാണ്. അതായത് പ്രത്യേകത റഷ്യയിൽ നിന്ന് 30% വില കുറച്ച് എണ്ണ വാങ്ങിക്കുന്ന ക്രൂഡ് ഓയിൽ എന്ത് ചെയ്തു? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ആയിട്ടുള്ള ഗുജറാത്തിലെ ജാംനഗർ അത് പ്രോസസ് ചെയ്തു മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് വില കുറച്ച് എണ്ണ കയറ്റുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം M. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KV സിദ്ദീഖ് മുഖ്യപ്രഭാഷണം നടത്തി. ബാലകൃഷ്ണൻ ചുള്ളിയത്ത്, KT ശശി, അസ്കർ കോറാട് എന്നിവർ സംസാരിച്ചു. CPM ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ സ്വാഗതവും KVA ഖാദർ നന്ദിയും പറഞ്ഞു. മാർച്ചിന് KV പ്രജിത, സുചിത്ര സന്തോഷ്, P. അജയൻ, P. വിനേശൻ, KP രാധ, K. പ്രേമ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, താനൂർ. തിരൂർ പൊറൂരിലെ കല്ലേരി വീട്ടിൽ അനിത വെട്ടിപ്പിടിക്കാത്ത, എത്തിപ്പെടാത്ത മേഖലകളില്ല. പ്രഥമാധ്യാപിക, നഗരസഭാ കൗൺസിലർ, നർത്തകി, ഇപ്പോഴിത് നാടറിയുന്ന കായിക താരവും. ഗോവയിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ദേശീയ വനിതാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡലുകളാണ് അനിത കരസ്ഥമാക്കിയത്. 60 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ മത്സരിച്ച 100 മീറ്ററിലും 4x100 മീറ്റർ റിലേയിലുമാണ് അനിത സ്വർണം നേടിയത്.
പരേതനായ സദാനന്ദനാണ് ഭർത്താവ്. മംഗലം മൂത്താവൻ വീട്ടിൽ പരാതനായ കുഞ്ഞപ്പു വൈദ്യരുടെയും ദേവികയുടെയും മകളാണ് അനിത. വർഷം തുടർച്ചയായി മംഗലം ALP സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്നു. നല്ലൊരു നർത്തകി കൂടിയാണ് അനിത. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ജില്ലാ കലോത്സവത്തിൽ ഒപ്പന, സംഘനൃത്തം, സ്കിറ്റ് എന്നിവയിൽ 1ാം സ്ഥാനവും നേടി. KSSPU കായികമേളയിൽ 2 വർഷം തുടർച്ചയായി തിരൂർ ടൗൺ ബ്ലോക്ക് ചാമ്പ്യനുമായി. 2010-15 കാലയളവിൽ തിരൂർ നഗരസഭ 1ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. വികസന സമിതി സ്ഥിര അധ്യക്ഷയായി. 2020-25 കാലയളവിൽ വീണ്ടും കൗൺസിലറായി. ഉത്തര കൊറിയയിൽ ഓഗസ്റ്റ് അവസാന വാരം നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അനിത. ദേശീയ തലത്തിൽ സ്വർണം നേടാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അനിത കല്ലേരി വെട്ടം ന്യൂസിനോട് പറഞ്ഞു. 3rd വുമൺ മലയാളി മാസ്റ്റേഴ്സിൻ്റെ നാഷണൽ മീറ്റായിരുന്നു ഗോവയിൽ വെച്ചിട്ട് 30-31 തീയതികളായിരുന്നു. ഈ കഴിഞ്ഞ മെയ് 26-ാം തീയതി. അതിൽ 28-ാം തീയതി ആണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. കേരളത്തിൽ നിന്നും 37 പേര് പങ്കെടുത്തു. മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ KSSPൻ്റെ അംഗങ്ങളൊക്കെ ഞാൻ വിളിച്ചതായിരുന്നു. പക്ഷേ അവരാരും എന്തോ പ്രാധാന്യം ഉൾക്കൊള്ളാതെ വന്നില്ല. അപ്പോൾ മലയാളി മാസ്റ്റേഴ്സിൻ്റെ സെക്രട്ടറി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത ലീലാവതി മാഡമാണ് എന്നെ ഈ മീറ്റിലേക്ക് ക്ഷണിച്ചത്. അവരാണ് എല്ലാ റിസ്ക്കും ഏറ്റെടുത്തത്. MK സുനിൽ സാറാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ്. അവരുടെ നേതൃത്വത്തിലാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ 37 പേര് നമ്മുടെ കേരളത്തിൽ നിന്നും ഗോവയിലേക്ക് മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഈ 2 ഗോൾഡ് മെഡലാണ് എനിക്ക് ലഭിച്ചത്. 100 മീറ്ററിൽ, അതേപോലെ തന്നെ 4x100 മീറ്റർ റിലേയിലുമാണ്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓരോ ലാപ്പിൽ ഓടുമ്പോൾ പിന്നെ വീണ്ടും ഫസ്റ്റും സെക്കൻഡും കിട്ടിയവരെ പിന്നെ ഓടിക്കുന്ന പരിപാടിയില്ല. 3 ട്രിപ്പായിട്ടാണ് ഞങ്ങൾ ഓടിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ടൈമിംഗ് അനുസരിച്ചിട്ടാണ് അവർ ആളുകളെ സെലക്ട് ചെയ്തത്. അപ്പോൾ 100 മീറ്ററിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ടൈം കീപ്പ് ചെയ്ത് ഞാനാണ്. അതുകൊണ്ട് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. 100 മീറ്ററിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 4x100 മീറ്റർ റിലേയിലും ഗോൾഡ് മെഡൽ ലഭിച്ചു. അതിന് വളരെയധികം സന്തോഷമുണ്ട്. അടുത്ത മത്സരം ഓഗസ്റ്റിലാണ്. ഈ മീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ഇൻ്റർനാഷണൽ മീറ്റും കൂടിയുണ്ട്. അപ്പോൾ ഉത്തര കൊറിയയിൽ വെച്ചിട്ടാണ് അവർ മീറ്റ് നടക്കുന്നത്. ഓഗസ്റ്റിലാണ്. അത് ഇപ്പം ഇനി ഇത് കഴിഞ്ഞാൽ അവരൊരു മീറ്റ് ഞങ്ങളെയൊക്കെ വിളിച്ച് ചേർക്കും. പോകേണ്ട എൻട്രി ഫോമും പൂരിപ്പിക്കാനുള്ളതൊക്കെ ആയിട്ട്. ആ സമയത്ത് എന്തായാലും പോകണമെന്ന് വിചാരിക്കണം. എന്തായാലും ഇങ്ങനെ ഒരു നാഷണൽ മീറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിൽ സമ്മാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ കോഴിക്കോട് ശാഖാ മാനേജർ ശരത് ആനന്ദ്, പെരിന്തൽമണ്ണ HDFC ബാങ്ക് മാനേജർ ശരൺ ആനന്ദ് എന്നിവരാണ് മക്കൾ. അർഷ ശരത്, സ്വാതി എന്നിവർ മരുമക്കളാണ്. ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാനാധ്യാപകൻ കിഷോർ മാസ്റ്റർ സഹോദരനാണ്. വെട്ടൻ ന്യൂസ്, തിരൂർ. പുല്ലൂർ പാരഡൈസ് പ്രീ സ്കൂൾ പ്രവേശനോത്സവവും ജന്ന വിമൻസ് കോളേജിലെ പെൺകുട്ടികളെ ആദരിക്കലും തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനിക്കര +2 ഫുൾ A+ നേടിയ ഹസ്മ ഇസ്മായിലിന് മൊമെന്റോ നൽകി ഉദ്ഘാടനം ചെയ്തു. വിജയികളായവരെ അഭിനന്ദിച്ച് സംസാരിച്ച് അവർക്ക് നന്മകൾ നേർന്നുകൊണ്ട് സബ് കലക്ടർ തുടർന്ന് SSLC ഫുൾ A+ നേടിയ പെൺകുട്ടികൾക്കുള്ള മൊമെന്റോ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുബാറക് പുല്ലൂരും മറ്റു വിജയികളായ പെൺകുട്ടികളെ പ്രമുഖ സാമൂഹിക സാമ്പത്തിക ചാരിറ്റി പ്രവർത്തകനും വ്യവസായിയുമായ ഫൈസൽ ബാബു എരഞ്ഞിക്കലും ആദരിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യാക്ഷരം കുറിക്കലിന് സയ്യിദ് മുഹമ്മദ് കോയ കുഞ്ഞുട്ടി തങ്ങൾ നേതൃത്വം നൽകി. ബദറുൽ ഹുദ സുന്നി മദ്രസ പ്രധാനാധ്യാപകൻ മുബാറക് ഹഫ്സനി, എരണിക്കൽ ഫൈസൽ ബാബു, മുബാറക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാരഡൈസ് സ്കൂൾ ചെയർമാൻ ഇസ്മായിൽ മാടക്കൽ സ്വാഗതവും ജന വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഷാഹിദ ഹമീദ് നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് CPM തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. താഴെപ്പാലം സ്റ്റേറ്റ് ബാങ്കിന് സമീപത്തു നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. സിറ്റി ജംഗ്ഷൻ ചുറ്റിയ പ്രതിഷേധം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു.
CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് ആരംഭിച്ചത് ഇന്നും നിലയാണ്. ഏതാണ്ട് 991 ആരംഭിച്ചിട്ടുള്ള നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ സാമ്പത്തിക മേഖലയും, നമ്മുടെ പൊതുമേഖലാ സംരംഭങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നമ്മുടെ നാട്ടിൽ തടിച്ചു വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നു. അത് BJPയുടെ ഗവൺമെൻറ് ആയിരുന്നില്ല, അത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു. ഏരിയ സെക്രട്ടറി ടി ഷാജി അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് ദിനേശൻ മാസ്റ്റർ, ടി ബാലകൃഷ്ണൻ, മിർഷാദ്, MV വൃന്ദ, കെ യൂസുഫ്, സൈതാലുകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. വെട്ടൻ ന്യൂസ്, തിരൂർ. ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് സൈക്കിൾ സവാരി ജീവിതചര്യയാക്കിയ മുൻ ഡെപ്യൂട്ടി തഹസിൽദാറും ജൈവ കർഷകനുമായ VP ഗോപാലിനെ JC തിരൂർ ആദരിച്ചു. പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗമെന്ന നിലയിലും ആരോഗ്യ സംരക്ഷണത്തിനുമായുള്ള സൈക്ലിങ്ങിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത്. JC തിരൂർ പ്രസിഡന്റ് അഷ്റഫ് ചേലാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൈക്കിൾ സവാരിയോടുള്ള VP ഗോപാലന്റെ അർപ്പണബോധത്തെയും അദ്ദേഹത്തിന്റെ ജൈവകൃഷിയിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചു. 5 സ്ഥലങ്ങളാണ് ബ്ലൂ സോൺ എന്ന് പറയുന്ന ഏരിയാസുള്ളത്. ആയുർദൈർഘ്യം കൂടിയ ആളുകൾ വസിക്കുന്ന സ്ഥലമാണ് ബ്ലൂ സോൺ ഏരിയ. ജപ്പാനിലെ ഒക്കിനോവ ദ്വീപ് അടക്കമുള്ള പല സ്ഥലങ്ങളിലും അവിടെയുള്ള ജീവിത ശൈലി പലതും നോക്കുകയാണെങ്കിൽ പല ആളുകളും സൈക്കിൾ പോലെയുള്ള ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ദിനചര്യകൾ പലതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പുതിയ തലമുറക്കുള്ള സന്ദേശം കൂടിയാണ് ഈ ബൈസിക്കിൾ ഡേയിലൂടെ JC തിരൂർ നമ്മുടെ സമൂഹത്തിലേക്ക് നൽകുന്നത്. JCI തിരൂർ മുൻ പ്രസിഡന്റുമാരായ VV സത്യാനന്ദൻ, ഷമീർ കളത്തിങ്കൽ, ഓയിസ്ക തിരൂർ പ്രസിഡന്റ് റസാഖ് ഹാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയുള്ള ആരോഗ്യകരമായ ജീവിതശൈലി സമൂഹത്തിന് പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത ഭാരവാഹികൾ ഊന്നിപ്പറഞ്ഞു. ചടങ്ങിൽ JC തിരൂരിലെ അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.